ഹലോ ഫ്രണ്ട്സ്, ഇതാണ് ടോക്കിയോയിലെ ഡിസ്നി സീ. ഞങ്ങളിവിടെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തി. രാവിലെ ഒരുപാട് നടക്കാനുണ്ട്. ഇങ്ങനെ ഏക്കർ കണക്കിന് കിടക്കുക ഡിസ്നി സീ. ശരിക്കും ഇത് 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഓപ്പൺ ചെയ്യും. ഞങ്ങളൊരു 10 ആയി അവിടെ എത്തിയപ്പോഴത്തേക്ക്. ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. നേരത്തെ തന്നെ രാവിലെ തന്നെ എല്ലാവരും വന്ന് ക്യൂ നിന്നിട്ട് ടിക്കറ്റൊക്കെ എടുക്കും. അങ്ങനെ കാണാനായിട്ട് വരും. അത് കാരണം ഞങ്ങൾ ചെന്ന ടൈം നല്ലൊരു ടൈമായിരുന്നു. ആ സമയത്ത് അധികം ക്യൂ ഒന്നും ഇല്ലായിരുന്നു ഇതിന് വേണ്ടിയിട്ട് കയറാനായിട്ടൊന്നും. നമുക്ക് ടിക്കറ്റൊക്കെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാം. ഓരോ ഗെയിമിനും എക്സ്പ്രസ് പാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ ചെന്നിട്ട് പിന്നെ ഈ ഡിസ്നി ആപ്പ് വഴി നമുക്ക് അതിൻ്റെ ഡിലേ ടൈം നോക്കാം. ഓരോ ഗെയിമിൻ്റെ ഡിലേ ടൈം നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് നമുക്ക് ബുക്ക് ചെയ്താൽ മതി. അവിടെ മിക്കി മൗസ് അതിൻ്റെയൊക്കെ ഷോകൾ ഒരുപാടുണ്ട്. പിന്നെ ഡിസ്നി ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, റെപ്പോൺസൽ, അലാദിൻ, അതിൻ്റെയൊക്കെ ഇങ്ങനെ ഒരുപാട് ഷോകളൊക്കെ ഉണ്ട്. പിന്നെ ഒരു കാര്യം, എല്ലാത്തിനും അവരുടെ ലാംഗ്വേജ് മാത്രമേ ഉപയോഗിക്കത്തുള്ളല്ലോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമുക്കൊന്നും മനസ്സിലാവില്ല. ഷോസിനൊക്കെ പോകുമ്പോൾ ഒന്നും ട്രാൻസ്ലേഷനൊന്നുമില്ല. ട്രാൻസ്ലേറ്റ് ചെയ്തൊന്നുമില്ല. ഇംഗ്ലീഷിലൊന്നും ട്രാൻസ്ലേറ്റ് ചെയ്യത്തേ ഇല്ല. അവരുടെ ലാംഗ്വേജിൽ തന്നെ, ജാപ്പാനീസ് ഭാഷയിൽ തന്നെയാണ് എല്ലാം പറയുന്നത്. നമ്മളത് അവർ പറയുന്നത് ഇങ്ങനെ നമുക്ക് തലയാട്ടി നിൽക്കാവുന്നേ ഉള്ളൂ. മനസ്സിലാക്കാൻ പറ്റും, കുഴപ്പമില്ല. അങ്ങനെ നൈറ്റില് ഫയർ വർക്ക്സ് ഉണ്ടാകാറുണ്ട്. മിക്കവാറും ഫയർ വർക്ക്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ചെന്ന ദിവസം അന്ന് അത് ക്യാൻസൽ ചെയ്ത്. ബാഡ് ക്ലൈമറ്റ് കാരണം ഭയങ്കര കാറ്റായിരുന്നു. അതുകൊണ്ട് ക്യാൻസൽ ചെയ്തത്. ഒരുപാടുണ്ട്. നല്ല രസമാണ്. രാത്രി ആകുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് കാണാൻ.
നല്ല അതിൻ്റെയൊക്കെ അറേഞ്ച്മെൻറ്റ്സും നല്ല ലൈറ്റ്സും എല്ലാം കൂടി ഇടുമ്പോഴത്തേക്ക് നല്ല രസമാണ് കാണാൻ. അങ്ങനെ ഞങ്ങളതെല്ലാം കണ്ടു.